സാർ നമസ്കാരം. നമസ്കാരം. ഇന്നിപ്പോൾ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നത് നമ്മുടെ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയെ വെല്ലുവിളിച്ചുകൊണ്ട് അർജുൻ ആയങ്കി എന്ന് പറയുന്ന ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ വക്താവെന്ന് അവകാശപ്പെടുന്ന ഒരു ഗുണ്ട അദ്ദേഹത്തിൻ്റെ ഒരു FB കുറിപ്പും അതിനെ തുടർന്ന് കേരളത്തിലുണ്ടായ ചില കോലാഹലങ്ങളും പിന്നീട് അർജുൻ ആയങ്കിയുടെ അറസ്റ്റിൽ കലാശിച്ച ചില പോലീസ് നടപടികളൊക്കെ തന്നെയാണ്. ഇവിടെ അർജുൻ ആയങ്കി രമേശ് ചെന്നിത്തല എന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ വെല്ലുവിളിച്ചുകൊണ്ടിട്ടൊരു പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വിരട്ടാൻ നോക്കണ്ട, ഞാൻ വളർന്ന പ്രസ്ഥാനം വേറെയാണ് എന്നുള്ളതാണ്. അപ്പം അദ്ദേഹം വളർന്ന പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ്. പലപ്പോഴും ഇടതുപക്ഷ നേതാക്കളിൽ ബഹുഭൂരിപക്ഷം ആളുകളും അർജുൻ ആയങ്കിയുടെ പോസ്റ്റുകൾ പിന്തുടരുന്നതായിട്ടും അതിനിടയിൽ കമൻറ്റ് രേഖപ്പെടുത്തുന്നതായിട്ടും ലൈക്ക് ചെയ്യുന്നതായിട്ടും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കണ്ണൂരിലെ ജയരാജത്രയങ്ങളിൽ ഒരാളായ എം വി ജയരാജൻ നേരിട്ട് വന്ന് പറഞ്ഞു, അർജുൻ ആയങ്കി CPM-ലൂടെ വളർന്ന ആളല്ല, മറ്റേതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിലാണ് അദ്ദേഹം പോയിട്ടുണ്ടോ എന്നറിയില്ല എന്ന് പറയുന്നു. അപ്പോൾ CPM ആദ്യമേ തള്ളി പറഞ്ഞു. ഇപ്പോൾ പിണറായി വിജയൻ തന്നെ ഇന്നലെ പ്രസ്താവന നടത്തിയിരിക്കുന്നു, അർജുൻ ആയങ്കിയെ രക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ അർജുൻ ആയങ്കിയെ പിന്താങ്ങേണ്ടതിൻ്റെ യാതൊരു ബാധ്യതയും CPM-നില്ല, അയാൾ CPM-കാരനല്ല എന്ന് പരസ്യമാക്കി കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും അർജുൻ ആയങ്കി അറസ്റ്റിലായി കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു തരത്തിലുള്ള ഗുണ്ടാവിളയാട്ടവും നാട്ടിൽ സമ്മതിക്കില്ല. ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞതുപോലെ ലഹരി മരുന്നിനെതിരെ അതിതീവ്രമായ രീതിയിൽ നടപടിയെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആഭ്യന്തര വകുപ്പിൻ്റെ മറ്റൊരു പ്രൊജക്റ്റ് തന്നെയാണ്. ഇനിയിപ്പോൾ ഗുണ്ടകളെ ഒരു കാരണവശാലും കേരളത്തിൽ അഴിഞ്ഞാടാൻ അനുവദിക്കില്ല. അതെ, ആഭ്യന്തര വകുപ്പ് മന്ത്രി അത് അങ്ങനെ ഒരു പദ്ധതി തന്നെ പുറപ്പെടുവിച്ചിരിക്കുന്നു. ഇവിടെ നമുക്ക് സംശയം തോന്നുന്നത് ഇടതുപക്ഷക്കാർ തള്ളി പറഞ്ഞിരിക്കുന്നു, അർജുൻ ആയങ്കി ഞങ്ങളിൽപ്പെട്ട ആളല്ല. ഈ അർജുൻ ആയങ്കി CPM-ൻ്റെ പ്രവർത്തകരാണെന്ന് ജനങ്ങൾ ആരും ചോദിച്ചതില്ല. പക്ഷേ അദ്ദേഹം ഇടതുപക്ഷക്കാരനല്ല എന്ന് ആദ്യം പറഞ്ഞത് MP ജയരാജനാണ്. അപ്പോൾ എന്താണ് ഇവരത് പറഞ്ഞ് പുറത്തിങ്ങനെ ഒരു പ്രസ്താവന ഇറക്കാൻ പ്രേരിപ്പിച്ചത്? ഇങ്ങനെയാണ് ഗുണ്ടകൾ CPM-ൻ്റെ പാർശ്വവർത്തികളായി എല്ലാ കാലത്തും നിലകൊള്ളുന്നത്. ഇവരെപ്പോഴും തള്ളി പറഞ്ഞിട്ടുള്ളത് കൊടിസുനി TP ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട് കൊടിസുനിയെ അറസ്റ്റ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ TP കാരായിമാർ അതുപോലെ ഷുഹൈബിൻ്റെ വധം, ഇതിലൊക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ടവർ CPM പ്രവർത്തകർ തന്നെയാണ്, അതിൻ്റെ ഭാരവാഹികൾ തന്നെയാണ്. അപ്പോഴും ഈ CPM-ൻ്റെ വക്താക്കൾ പറഞ്ഞത് CPM ഇവർക്ക് യാതൊരു ബന്ധമില്ല. കൊടിസിന് ഉൾപ്പെടെയുള്ള ആളുകൾ അന്ന് കോടിയേരി ബാലകൃഷ്ണൻ ജയിലിൽ പോയി സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. CPM-കാരല്ലാത്ത നാട്ടിൽ നല്ല നടപ്പിന് നടക്കുന്ന ആളുകളെ ജയിലിൽ പോയി കോടിയേരി ബാലകൃഷ്ണൻ വിയ്യൂർ ജയിലിൽ പോയി. മാത്രമല്ല ഇപ്പോൾ ഷുഹൈബ് വധവുമായി ബന്ധപ്പെട്ട് ആകാശ് തില്ലങ്കേരി എന്ന CPM-ൻ്റെ P ജയരാജൻ്റെ വലങ്കയ്യൊക്കെ ഒന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന റെഡ് ആർമിയിലെ ആൾ തന്നെയാണ്. അയാൾ ഇപ്പോഴും ജയിലിൽ കിടക്കുന്നു. ഇപ്പോൾ വീണ്ടും അർജുൻ ആയങ്കി എന്ന് പറഞ്ഞ ആളെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അയാളും ഇടതുപക്ഷത്തിൻ്റെ വക്താവാണെന്ന് പറയുന്നു. എങ്ങനെയാണ് ഈ ക്രിമിനൽ സ്വഭാവമുള്ള ആളുകളെ ഇങ്ങനെ CPM ചേർത്ത് പിടിക്കുന്നത്, പിന്നീട് അവരെ തിരസ്കരിക്കേണ്ടി വരുന്നത്? എന്താണ് സാർ ഇതിൽ നോക്കിക്കാണുന്നത്? പ്രദീപിൻ്റെ വിലയിരുത്തലുകളൊക്കെ ശരിയാണ്. റെഡ് ആർമി അല്ല, അതിൻ്റെ പേര് PJ ആർമി തന്നെയാണ് സംഘടനയുടെ പേരെന്ന് എനിക്ക്. PJ ആർമി. അതെ, PJ ആർമി. അപ്പം ഇവിടെ ഞാൻ ഈ ഒരു പർട്ടിക്കുലർ സന്ദർഭത്തിലെങ്കിലും ഞാൻ ആയങ്കയുടെ കൂടെയാണ്. ആയങ്ക ഒരു പ്രതിബിംബമാണ്. CPM-ൻ്റെ കേഡേഴ്സ് എന്നൊക്കെ നമ്മൾ പറയുമായിരുന്നു. സംഘടനാ ചുമതലയാളികൾ SFIക്കാർ DYFIക്കാരൊക്കെയാണ് പണ്ട് കാലങ്ങളിൽ എതിർശക്തികളുമായി കായികമായ ഏറ്റുമുട്ടൽ വേണ്ടി വരുന്നപ്പോൾ ഏറ്റെടുക്കാൻ പോയത്. മറിച്ച് ഇന്ന് നമുക്ക് ഒരു പാർട്ടിക്കും കേഡേഴ്സൊന്നും ആവശ്യമില്ല. കൊട്ടേഷനായിട്ട് ഇത്ര ലക്ഷം രൂപ കൊടുത്താൽ നമുക്ക് വേണ്ടി എന്താണോ നമ്മൾ ശാരീരികമായിട്ട് ചെയ്യേണ്ട പണി അത് ചെയ്യാൻ തയ്യാറായിട്ട് ഇവിടെ ആൾക്കാരുണ്ട്. CPM അങ്ങനെ വളർത്തിയെടുത്ത ഒരാളാണ് ആയങ്കി. അതായത് CPM-ന് വേണ്ടി ക്രാഫ്റ്റ് വർക്ക് ചെയ്യാൻ കഴുത്ത് വേണോ കാല് വേണോ, അത് റൈറ്റ് അനുസരിച്ച് അത് വെറുതെ ചെയ്യില്ല. അത് വെറുതെ ചെയ്യുന്ന കാലം പോയി. ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് പൂർണ്ണമായ സംരക്ഷണം കൊടുക്കണം. പക്ഷേ ഇന്നലെ പൊളിഞ്ഞു വീണത് MP ജയരാജൻ്റെ പ്രസ്താവനയിൽ പൊളിഞ്ഞു വീണത് ആ സംരക്ഷണ കവചമാണ്. ആയെങ്കിലൊക്കെ ഇന്നലെ വരെ പ്രതീക്ഷിച്ചിരുന്ന പോലെ ഏത് അപകടത്തിലും കൈ തന്ന് വെള്ളത്തിൽ നിന്ന് മുക്കിയെടുക്കാൻ മുങ്ങിച്ചാകാൻ തുടങ്ങിയപ്പോൾ വൈക്കാൽത്തൊരുമെങ്കിലായിട്ട് പാർട്ടിയുടെ സഹായം കാണുമെന്ന് ആര് പ്രതീക്ഷിച്ചിരുന്നു? ആയങ്കി പോലെയുള്ള ആളുകൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അവിടെ
ആരും ചെന്നില്ല എന്ന് മാത്രമല്ല, എന്ത് വേണേൽ ചെയ്തതെന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ തുടങ്ങിയ മുഖത്തിനൊരു ചവിട്ടോടെ പിണറായി വിജയൻ കൊടുത്തു. നീ വെള്ളത്തിൽ കിടക്കുക, നീ എങ്ങനെയെങ്കിലും ചാവുകയോ ജീവിക്കുകയോ ചെയ്യും, എനിക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ല എന്നുള്ള മട്ടിലാണ് പിണറായി വിജയൻ പെരുമാറുന്നത്. അല്ല, ഇനിയിപ്പോൾ കോടതിയിൽ ജാമ്യാപേക്ഷയൊക്കെ ഇട്ട് വരുമ്പോൾ ഇനി എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നില്ല. ഇനി ഞാൻ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ആയെങ്കിൽ ക്രിമിനലാണെങ്കിൽ അതുപോലെ തന്നെ ഒരു ക്രിമിനലല്ലേ പിണറായി വിജയനും. എത്രയോ വാടിക്കൽ രാമകൃഷ്ണൻ തൊട്ട് എത്രയോ കേസുകൾ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. അത് അന്വേഷിക്കാൻ തയ്യാറുണ്ടോ? PP ദിവ്യയുടെ കേസ് അന്വേഷിക്കാൻ തയ്യാറുണ്ടോ? PP ദിവ്യയെ ജയിലിൽ പോയി കണ്ട് അഭിവാദ്യം അർപ്പിച്ച MP ജയരാജൻ, ആ MP ജയരാജൻ ഇവിടെ വന്ന് ആയെങ്കിൽ കുറ്റം പറയുന്നു. സാറേ, ഭാര്യ ഉണ്ടായിരുന്നു കേട്ടോ, കുടുംബസമേതം കല്യാണത്തിന് പോകുന്നല്ലേ പോയത്. ആ MP ജയരാജൻ ഒരു ഉളുപ്പുമില്ലാതെ ഇവിടെ വന്ന് ആയെങ്കിൽ ഗുണ്ടയാണ്, കുറ്റം ഞങ്ങൾക്ക് ഗുണ്ടകളുമായിട്ട് ആരും ബന്ധമില്ലെന്ന് പറഞ്ഞു. PP ദിവ്യയുടെ കേസ് നടന്നുകൊണ്ടിരിക്കുന്നു, കേസായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു പാവം പിടിച്ച മനുഷ്യനെ CBIക്ക് വിട്ടിരിക്കുന്നു. അതാണ്. അപ്പോൾ ഈ എല്ലാ കാലത്തും CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയതാണെന്ന്. എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോൾ അവർ ആദ്യം ചാടിക്കയറി അത് നിഷേധിക്കും. നോക്കൂ, കേരളം കണ്ട ഏറ്റവും വലിയ മൃഗീയമായ ദയനീയമായ കൊലപാതകമായിരുന്നു TP ചന്ദ്രശേഖരൻ്റെ. ഒരു മനുഷ്യൻ്റെ മുഖത്ത് എങ്ങനെയാണ് 51 വെട്ടുവെട്ടാനുള്ള സ്പേസ് ഇല്ലാത്ത രീതി. അതെ, ഇറച്ചി വെട്ടുകാർക്ക് പോലും അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ് അത്. ഒരു വാക്കോടല്ലേ? അതെ, ഇത് ഇറച്ചി വെട്ടുകാരെന്നുള്ള വാക്കാണ് CPM അടുത്ത കാലത്ത് വളർത്തിക്കൊണ്ടുവന്ന പല അണികൾക്കും ഉള്ളത്. ഒന്ന് കോളേജ് പ്രിൻസിപ്പളിനെ, വനിതാ പ്രിൻസിപ്പളിനെ തലമുടി കുത്തിന് പിടിക്കുക, അത് SFIയുടെ ജോലി. ചവിട്ടി പുറത്താക്കുക, അവർക്ക് വേണ്ടി ശവകുടീരങ്ങൾ കോളേജിൽ പണിയുക. ഈ സംസ്കാരം ആര് വളർത്തിയെടുക്കാൻ മുൻകൈയെടുത്തോ അവരാണ് ആയങ്കയുടെയൊക്കെ പിതൃക്കൾ എന്ന് ഞാൻ പറയുന്നത്. ആയങ്ക ഒരു പിതൃബലി ഇടേണ്ടി വന്നാൽ ആർക്കിടണം പിതൃബലി? അല്ല, അത് തന്നെ ഇപ്പോൾ അത് പ്രധാന പ്രശ്നം. ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ പിടിക്കപ്പെട്ട് കഴിയുമ്പോൾ, അല്ലെങ്കിൽ അത് വാർത്താമാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇവർ നിരസിക്കും. ഇത് TP ചന്ദ്രശേഖരൻ പദത്തിലും അത് തന്നെയാണ് പറഞ്ഞത്. CPM-മായി ഇതിന് യാതൊരു ബന്ധമില്ല എന്ന് പറഞ്ഞു. അന്ന് TP ചന്ദ്രശേഖരൻ്റെ വിധവ KK രമ, ഇപ്പോൾ അവർ MLA, അവരന്ന് പറഞ്ഞു ഇതിൻ്റെ പുറകിൽ കൃത്യമായി പ്രവർത്തിച്ചിരിക്കുന്നത് CPM-ആണ്. CPM-കാർക്ക് മാത്രമേ TP ചന്ദ്രശേഖരനോട് രാഷ്ട്രീയ വൈരാഗ്യമുള്ളൂ, നാട്ടിൽ വേറെ ആർക്കും ചന്ദ്രശേഖരനോട് ഒരു സ്പർദ്ധയില്ല, അല്ലെങ്കിൽ ചന്ദ്രശേഖരനെ കൊലപാതകത്തിൽ കലാശിക്കുന്ന തരത്തിൽ അദ്ദേഹത്തിന് ആരുമായി ഒരു വിഷയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ പുറകിൽ CPM-ആണെന്ന് പറയുമ്പോൾ അവർ ആദ്യം ചാടി പറഞ്ഞു ഞങ്ങൾക്കിതുമായി യാതൊരു ബന്ധമില്ല. പിന്നെ നോക്കണം, ഈ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് ശിക്ഷ വന്നു കഴിഞ്ഞപ്പോൾ ഈ CPM-ന്റെ സമുന്നതരായ പല നേതാക്കളും ഈ ജയിലിൽ പോയവരുണ്ടെന്ന്, പല ആളുകളും ഈ കൊലപാതകമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. മാത്രമല്ല, അന്ന് KK രമ പറഞ്ഞത് ഈ TP ചന്ദ്രശേഖരന്റെ കൊലപാതകം നടന്നതിന് ശേഷം തിരുവനന്തപുരത്തുള്ള ഒരു നേതാവിൻ്റെ ഫോണിലേക്ക് ഒരു സന്ദേശം പോയിട്ടുണ്ടായിരുന്നു. അത് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ TP ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിന്റെ മാസ്റ്റർ ബ്രെയിൻ ആരാണെന്ന് കണ്ടെത്താൻ പറ്റുമെന്ന് KK രമ, നന്ദകുമാർ സാറ് ഉൾപ്പെടെ ഞാനുമായി ഫോണിൽ സംസാരിച്ചപ്പോഴാണ് അദ്ദേഹം ഈ വിവരം എന്നോട് പങ്കുവച്ചത്. അപ്പോൾ അത് ഈ കോടതി വിധിയെ തുടർന്നാണ് അദ്ദേഹം അത് സംസാരിച്ചത്. അന്ന് KK രമ പറഞ്ഞത് ഇത് തന്നെയാണ്. അപ്പോൾ പിന്നീട് അത് കാലം തെളിയിച്ചു. കാരണം ഈ TP ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട് കൊടിസുനി ഒഴികെയുള്ള ആളുകൾ നോക്കുമ്പോൾ ആരൊക്കെയാണ് അതിൽ പ്രതികളായി വന്നത്? എല്ലാ CPM-ന്റെ പ്രതികൾ തന്നെയായിരുന്നു. കൊടിസുനിക്ക് TP ചന്ദ്രശേഖരനായിട്ട് വ്യക്തിപരമായി യാതൊരു ഇടപാടുണ്ടായിരുന്നില്ല, ഒരു പകയുണ്ടായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു പകയില്ലാത്ത ഒരാളെ കൊടിസുനിയെ എന്തിനാണ് വകവരുത്തുന്നത്? അത് അങ്ങനെ കൊല്ലാൻ പറ്റുന്നത്, ഒരു പരിചയവും ഇല്ലാത്ത ഒരാളെ കൊല്ലാൻ പറ്റുന്നത് മന്ദബുദ്ധികൾക്ക്, മയക്കുമരുന്നിനടിയവർക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും മതത്തിൻ്റെയോ രാഷ്ട്രീയ പാർട്ടികളോ അടിമയാകുന്നവർക്ക്. അല്ല സാറേ, അപ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേക ഒരു അതിൽ അടങ്ങിയിരിക്കുന്ന സന്ദേശമാണ്. അപ്പോൾ കൊടിസുനിയെ സംബന്ധിച്ചോളം TP ചന്ദ്രശേഖരനെ വധിക്കേണ്ട യാതൊരു ആവശ്യമില്ല. പിന്നെ ആർക്ക് വേണ്ടി? ഇതാണ് KK രമ പറഞ്ഞത്. അപ്പോൾ അന്ന് CPM തള്ളി പറഞ്ഞെങ്കിൽ പിന്നീട് CPM-ന്റെ എന്താണ് പ്രാദേശിക നേതൃത്വം ഉൾപ്പെടെയുള്ള ആളുകൾ അതിലുണ്ടായിരുന്നു. ജയിലിൽ 5 സ്റ്റാർ സൗകര്യം ചെയ്ത് കൊടുത്തില്ലേ? അതെ, അവർ കഴിഞ്ഞു. കൊടിസുനി ജയിലിൽ കഴിഞ്ഞതിൽ കൂടുതൽ പുറത്ത് പരവുള്ളിറങ്ങി നടന്നിട്ടുണ്ട് ഈ ശിക്ഷാകാല അളവിൽ. അതൊന്ന്. ഷുഹൈബിൻ്റെ വധമായിട്ട് ബന്ധപ്പെട്ട് ആകാശ് തില്ലങ്കേരിയാണ്. അദ്ദേഹം CPM-ന്റെ സജീവ പ്രവർത്തകനായിരുന്നു. പിന്നീട് ഇവരൊക്കെ തള്ളി പറയുന്നുണ്ടെന്നേ. ഇപ്പോൾ ആകാശ് തില്ലങ്കേരിക്കും കൊടിസുനിക്കും ഒക്കെ ജയിലിൽ അവരുദ്ദേശിക്കുന്ന തരത്തിലുള്ള സുഖ സൗകര്യങ്ങൾ കിട്ടാതെ വരുമ്പോൾ അവർ CPM-നെതിരെ ഓരോരോ പ്രസ്താവനകൾ ഇറക്കും. ഉടനെ ഇവർ ഓടിച്ചെന്ന് അവർക്ക് വേണ്ട സൗകര്യങ്ങളോടെ ഏർപ്പെടുത്തി കൊടുക്കും. അപ്പോൾ ഒരു ഭീഷണിയുടെ മുൻപിൽ CPM-നെ പോലും ഒരു കാലഘട്ടത്തിൽ ഇവരെല്ലാം നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ പുതിയ അവതാരമായിട്ടാണ് അർജുൻ ആയങ്കി വരുന്നത്. അപ്പോൾ അർജുൻ ആയങ്കി ഏതാണ്ട് 23ഓളം കേസുകളിൽ, അതായത് സ്വർണം പൊട്ടിക്കൽ ഉൾപ്പെടെയുള്ള 23ഓളം കേസുകളിൽ അദ്ദേഹം പ്രതിയാണ്. ഈരാറ്റുപേട്ടയിലും മൂവാറ്റുപുഴയും കോതമംഗലത്തൊക്കെ അദ്ദേഹത്തിനെതിരെ കേസുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ പോലീസ് ഈ ആയങ്കിയെ കസ്റ്റഡി കിട്ടുന്നതിന് വേണ്ടി അപേക്ഷ കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളറിയുന്നത്. കോതമംഗലം പോലീസ് കസ്റ്റഡി കിട്ടാൻ വേണ്ടി അപേക്ഷ കൊടുത്തിരിക്കുന്നു. ആയങ്കിയുടെ പുതിയൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുന്നത് എനിക്കെതിരെ 23ഓളം കേസുകളുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും അതെല്ലാം എന്താണ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തീരുമാനമാക്കി ഇപ്പോൾ 4 കേസുകൾ മാത്രം എനിക്കെതിരെ ഉള്ളൂ എന്നാണ്. ഞാൻ എല്ലാറ്റിനും മാറി നിൽക്കുകയാണ്.
കല്യാണം കഴിച്ചതോടുകൂടി ഈ സന്ദർഭത്തിലാണ് CPM പറയുന്നത് ഞങ്ങളുമായിട്ടൊരു ബന്ധമില്ല എന്നുള്ളത്. അപ്പോൾ CPM-ലൂടെ വളർന്നു വന്ന ആളാണെന്ന് ആയെങ്കിൽ ഒരു സെക്കൻഡ് പറയൂ സർ. ഈ അധോലോക അല്ലെങ്കിൽ കള്ളക്കടത്ത് സംഘത്തിലൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ആ ഒരു സംഘത്തിൽ ചേർന്നാൽ അതിനുശേഷം അയാൾ മാറിപ്പോയാൽ അവനെ തട്ടുകളയും, വെച്ചോണ്ടിരിക്കുകയില്ല. ഒരു സംഘത്തിൻ്റെ സജീവ പ്രവർത്തകനായ ശേഷം അതിൽ നിന്നും അവൻ മാറിക്കഴിഞ്ഞാൽ, സ്വമേധയോ നല്ല കാര്യത്തിനോ മാറിക്കഴിഞ്ഞാൽ, മനസാന്തരപ്പെട്ടോ മാറിക്കഴിഞ്ഞാൽ അവനെ കൊല്ലുക എന്നുള്ള പതിവുണ്ട്. ഇവിടെ അർജുൻ ആയെങ്കിൽ മാറിയപ്പോൾ ആർക്കെങ്കിലും ഭയപ്പെട്ടോ? മര്യാദക്കാരനായി ജീവിക്കാൻ തുടങ്ങി എന്നുള്ളത് ആരെയെങ്കിലും ഭയപ്പെടുത്തിയോ? അല്ല, അതൊരു സ്വാഭാവികമായൊരു കാര്യം തന്നെയാണ്. കാരണം ഒരു പ്രസ്ഥാനത്തോട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാഫിയ സംഘങ്ങളോട് ചേർന്ന് നിൽക്കുകയും ആ സംഘത്തിൻ്റെ രഹസ്യങ്ങളെല്ലാം അറിയാവുന്ന ഒരാൾ പിന്നീട് മാനസാന്തരം വന്ന് അതിൽ നിന്ന് പിന്മാറുമ്പോൾ ആ മാഫിയ സംഘം നിലവിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീഷണിയാണ്. അർജുനായെങ്കിൽ ഭീഷണി ആരായിരിക്കും? അപ്പോൾ ഇത് മാറാൻ പറഞ്ഞ സത്യമാണെങ്കിൽ ഇപ്പോൾ രാഷ്ട്രീയപരമായി ഉത്തരം പറയാൻ പറ്റാത്ത അല്ലെങ്കിൽ വളരെ സങ്കീർണമായൊരു ചോദ്യമാണ് രാജ്മോഹൻ സാർ ചോദിച്ചത്. ആരാണ് അർജുൻ ആയെങ്കിയെ സംബന്ധിച്ചിടത്തോളം അർജുൻ ആയെങ്കിയുടെ മര്യാദക്കാരനാണ് സമ്മതിക്കാതെ ഭീഷണി ആരാണെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായും അർജുൻ ആയെങ്കിയെ ഇങ്ങനെ സ്വതന്ത്രമായി വിട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ചില തുറന്നു പറച്ചിലുകൾ ആർക്കാണ് ഭീഷണി ഉണ്ടാവുക എന്നുള്ളത് പരിശോധിക്കുമ്പോൾ മനസ്സിലാവും ആരാണ് അദ്ദേഹത്തിൻ്റെ ശത്രു എന്നുള്ളത്. തീർച്ചയായും ഇപ്പോൾ രമേശ് ചെന്നിത്തല എന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ പോലും വെല്ലുവിളിക്കാൻ അദ്ദേഹം ധൈര്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് കേവലമായൊരു ഒരു വിപ്ലവ കേസരിയാവുക അല്ലെങ്കിൽ വീരകേസരിയാവുക എന്നുള്ള വീരപുരുഷനാവുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമായിരിക്കില്ല. നേരത്തെ സാറ് സൂചിപ്പിച്ചത് ഒരു വാക്കൂടെ ഞാനങ്ങ് പറഞ്ഞു നിർത്താം. CPM എന്ന് പറഞ്ഞ പാർട്ടി ഇന്നത്തെ ഏറ്റവും ദുർബലമായ സംഘടനാ സംവിധാനത്തിൽ പോലും അർജുനായെങ്കിൽ രക്ഷിക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ, അത് കണ്ണൂരെത്തിയ ശേഷം രക്ഷിക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ ഈ പുഷ്പം പറിക്കുന്ന പോലെ അർജുനായെങ്കിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ കേരള പോലീസിന് സാധ്യമായിരുന്നില്ല. പക്ഷേ വളരെ ഈസി ആയിട്ട് വലിയ തടസ്സങ്ങളോ പ്രതിരോധങ്ങളോ ഇല്ലാതെ കൊണ്ടുവരാൻ എങ്ങനെ സാധിച്ചു എന്നുള്ളതാണ് എന്നെ അലട്ടുന്ന പ്രശ്നം. അല്ല, ഇപ്പോൾ ഈ രാഷ്ട്രീയമായി CPM ഇത്രത്തോളം ഒരു വല്ലാത്തൊരു പരിസ്ഥിതിയിൽ നിൽക്കുമ്പോൾ ഇനി ഇത്തരം കാര്യങ്ങളിലൂടെ തലയിട്ട് ഉള്ള ശാരീരിക സൗഖ്യം, അതായത് CPM എന്ന സംഘടനാ സംവിധാനം വളരെ ദുർബലമായിരിക്കുന്നു. ഇനി ഈ ഒരു വിഷയം കൂടി തലയിൽ വലിച്ചു വെച്ച് ഏതെങ്കിലും തരത്തിൽ ഇനി പാർട്ടിക്ക് മുന്നോട്ടേക്ക് ഒരു ഗതി ഉണ്ടെങ്കിൽ അത് തടയണ്ട എന്നുള്ളൊരു തീരുമാനം അതിൻ്റെ പുറകിലുണ്ടായിട്ടുണ്ട്. പഴയ പോലെ ഇനി ഗുണ്ടകളെയും നമ്മൾ കുറച്ച് നാളത്തേക്ക് പ്രോത്സാഹിപ്പിക്കേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് അവർ എത്തിച്ചേർന്ന് കാണണം. ഗുണ്ടകൾ വിളിച്ചാൽ പോകില്ല, കാരണം ഇവർക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിയെന്ന് ഗുണ്ടകൾക്ക് മനസ്സിലാവും. അതെ, അധികാരമില്ലാതെ പിന്നെ ഒരു കാര്യമില്ലല്ലോ. അപ്പോൾ എന്തായാലും അർജുൻ ആയെങ്കിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അകത്തായിരിക്കുന്നു, CPM തള്ളി പറഞ്ഞിരിക്കുന്നു. ഒരു കാര്യം ഉറപ്പാണ്, ഇപ്പോൾ വളർന്നു വന്ന പ്രസ്ഥാനം ഇത് തന്നെയാണ് എന്നുള്ളത് ഉറപ്പായിരിക്കുന്നു. ഇനിയിപ്പോൾ ആരൊക്കെ എങ്ങനെയൊക്കെ തള്ളിപ്പറഞ്ഞാലും പിണറായി വിജയൻ പറയുന്നു ഇനി ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഇടപെടില്ല, ഒരു മുൻകൂർ ജാമ്യം എടുത്തിരിക്കുന്നു MP ജയരാജനും പിണറായി വിജയനൊക്കെ. ഞങ്ങളുടെ ഭാഗമല്ല, CPM-ന്റെ ഭാഗമല്ല, അതിലൂടെ വളർന്നു വന്നല്ല ആയെങ്കിൽ എന്നൊക്കെ പറയുമ്പോൾ ഇത്തരം ക്രിമിനൽ സ്വഭാവമുള്ള ആളുകളെ എപ്പോഴും പിണറായി വിജയൻ ഇപ്പോൾ അതാ പറയുന്നത്, എനിക്ക് പാരമ്പര്യമില്ല, ഞാൻ ആ സ്കൂളിലല്ല പഠിച്ചത്, ഞാൻ വേറെ സ്കൂളിലാണ് പഠിച്ചതെന്ന് പറഞ്ഞാൽ പിണറായി വിജയനും പോകും. അതെ, ഇപ്പോൾ എല്ലാവരും സ്കൂൾ മാറി TC മേടിച്ച് പോകുന്ന ഒരു തിരക്കിലാണ്. എന്തായാലും കേരളം ഇത് കണ്ടറിഞ്ഞതാണ്. TP ചന്ദ്രശേഖരൻ്റെ വധത്തിന് മുമ്പ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് വാടിക്കൽ രാമകൃഷ്ണൻ്റെ ഒരു വധവുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ്റെ പേര് പരാമർശിച്ചത് തന്നെയാണ്. എന്തായാലും കൊലപാതക രാഷ്ട്രീയത്തിന് ഉന്മൂലന രാഷ്ട്രീയത്തിന് എന്തായാലും അറുതി വന്നേ പറ്റൂ. അതിപ്പോൾ എത്ര വലിയ ഗുണ്ടകളെ മാഫിയ സംഘങ്ങളെ അമർച്ച ചെയ്തിട്ടാണെങ്കിലും ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ രമേശ് ചെന്നിത്തല തൻ്റെ പോലീസ് വിഭാഗത്തെ ഉപയോഗിച്ചുകൊണ്ട് അത് ചെയ്യേണ്ടത് തന്നെയാണ്. ഓപ്പറേഷൻ തൂഫാൻ പോലെ തന്നെ ഗ്രിപ്പ് അല്ലേ. അപ്പോൾ തീർച്ചയായും ഗുണ്ടകളെ അമർച്ച ചെയ്യുന്നതിന് ഈ ഒരു പരിപാടിയും മുന്നോട്ട് വന്നത് വളരെ ശ്ലാഘനീയം തന്നെയാണ്. എന്തായാലും രമേശ് ചെന്നിത്തലയ്ക്കും പോലീസിനും അത് സാധിക്കട്ടെ. ഒരു ഗുണ്ടകളെയും വളരാൻ അനുവദിക്കാൻ പാടില്ല. അവർ CPM-ന്റെ ഭാഗമായാലും മറ്റിതര രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായാലും.